ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ രാജേഷ് എക്സ്പോർട്സ് LLC ആ കമ്പനിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. 15.15 ലക്ഷം കോടി ഫൈനാൻഷ്യൽ മിസ്റെപ്രസെൻറ്റേഷൻ, അതാണ് അവർ കാണിച്ച ക്രൈം എന്ന് പറയുന്നത്. അത് അവരുടെ കമ്പനിയിൽ ഇത്രത്തോളം വരുമാനമുണ്ട് എന്നുള്ള രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ IPOയിൽ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്കുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നത് വരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കാരണം സെബി ഇവർക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, സാങ്ഷൻ ഓർഡറാണ് പാസ്സാക്കിയിരിക്കുന്നത്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജേഷ് മേത്ത എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഓണർ. രാജേഷ് മേത്ത ഡയറക്റ്റായിട്ടാണ് ഈ വിൽപ്പനകളിലൊക്കെ ഇടപെട്ടിരുന്നത്. ഈ പുള്ളിയുടെ പേരിൽ തന്നെയാണ് ഈ ബൈയിങ്ങും സെല്ലിംഗ് എല്ലാം നടന്നിരുന്നത്. പ്രധാനമായിട്ടും ഈ രാജേഷ് എക്സ്പോർട്ടേഴ്സ് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സ്വർണ്ണമാണ്, ഗോൾഡ്, സിൽവർ, ഇതാണ് ഇവരുടെ ബിസിനസ്. അതിലുപരിയായിട്ട് ഇവർ 2015 പ്രീഷ്യസ് മെറ്റൽ ആ കാറ്റഗറിയിലും ഇവർ കടന്നു വന്നിട്ടുണ്ട്. ഇവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ രാജേഷ് മേത്ത അതേപോലെ പ്രശാന്ത് മേത്ത, ഈ രണ്ട് പേരാണ്, ഇവർ സഹോദരങ്ങളാണ്. ഇപ്പോൾ ഈ രാജേഷ് മേത്ത ജനിക്കുന്നത് ബാംഗ്ലൂരിലാണ്, 1964 ജനിക്കുന്നത്. ഇവർ ഈ രാജേഷ് മേത്ത എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് ഉപരിപഠനങ്ങൾക്കൊന്നും പോയില്ല. അതിന് പകരം ഫാദറിൻ്റെ ജ്വല്ലറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ഫാദറിനോടൊപ്പം ബിസിനസ്സിൽ തന്നെ ഇറങ്ങി. അങ്ങനെ ഇവർ 1980 ഒരു 1200 രൂപ സംഘടിപ്പിച്ച് ഇവർ സിൽവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, സിൽവർ ജ്വല്ലറി ബിസിനസ്. അപ്പോൾ അത് പടിപടിയായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. 1995 ഈ കമ്പനി നല്ല രീതിയിൽ ഇവർ ഓർഗനൈസ് ചെയ്ത് ഇതിനെ IPOയിൽ ലിസ്റ്റ് ചെയ്യാണ്. IPO എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാണ്. ഇവരെ ലിസ്റ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 10 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, 10 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. അതായത് ഇവർ ഗോൾഡ് ചെയിൻ, അതായത് സ്വർണം വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്ത് അതിനെ ജ്വല്ലറി ആയിട്ട് മാറ്റി വിൽക്കുക എന്നുള്ളതാണ്, റീറ്റെയിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കച്ചവടം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ IPOയിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ 10,000 കോടി അവിടെ സമാഹരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കമ്പനി തുടരെ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം, 2013 ഈ രാജേഷ് എക്സ്പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി, REL എന്ന് വിളിക്കുന്ന ഈ കമ്പനി കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പെടുന്നുണ്ട്. 2013 നമ്മൾ മനസ്സിലാക്കണം, അന്ന് കേരളത്തിലും UDF ആണ്, സെൻട്രൽ ഗവൺമെൻറ് UPI സർക്കാരാണ്, രണ്ട് സ്ഥലത്തും കോൺഗ്രസ് ആയിരുന്നു അന്ന്. അത് 2013. ഇപ്പോഴും ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് രാജേഷ് എക്സ്പോർട്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി കേരളത്തിനുള്ളിൽ, പ്രത്യേകിച്ച് കൊച്ചിൻ എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ടൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ നിരവധി തവണ ഇതുപോലത്തെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്. ആ കാലയളവിൽ ഇവർ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കടത്തൽ ബിസിനസ്സുകൾ ചെയ്താണ് ലാഭം കണ്ടെത്തിയിരുന്നത്. മറ്റൊരു സൈഡിൽ ഇവർക്ക് ലീഗലായിട്ട് ഇവരുടെ എക്സ്പോർട്ട് ഇവർ നടത്തുന്നുണ്ട്, അതിൻ്റെ മറയിലാണ് ഇവർ ഇതും കൂടി നടത്തുന്നത്. കേരളത്തിൻ്റെ ഉള്ളിൽ നിരവധി കേസുകൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തോതിൽ സ്വർണ്ണം കടത്തുമായിട്ട് ആൾക്കാരെയൊക്കെ എയർപോർട്ടിലൊക്കെ പിടിക്കുന്നില്ല. ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലോബികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഞാനിപ്പം സ്പെസിഫിക് ആയിട്ട് ഇന്ന കേസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കച്ചവടങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഹൈക്കോർട്ട് ഇവർക്ക് നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ഈ പ്രശാന്ത് മേത്തയ്ക്കെതിരെ കേരള ഹൈക്കോർട്ട് നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഇപ്പം ഈ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ മാത്രമാണോ ഇത്തരത്തിൽ ഇവർ പ്രവർത്തിച്ചിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ NDA സർക്കാരിൻ്റെ സമയത്തും 2014 ഇപ്പോഴത്തെ NDA സർക്കാർ വരുന്നുണ്ട്. 2015 തന്നെ ഇവർ ആ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. കോർപ്പറേറ്റ് ബിസിനസ്സുകാരാണ് എന്നുള്ള തരത്തിൽ ഇവരുടേതായിട്ടുള്ള ഒരു പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലും തീർച്ചയായിട്ടും ഇവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർ സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ പരിപാടി തന്നെ അതാണല്ലോ. അങ്ങനെ 2015 ഈ കമ്പനി വാൽക്കമ്പി എന്ന് പറഞ്ഞൊരു കമ്പനി, വാൽക്കമ്പി എന്ന് പറയുന്നത് സ്വിസ് ബേസ്ഡ് റിഫൈനറി കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി കമ്പനികളിൽ ഒന്നാണ് വാൽക്കമ്പി. 2015 ഈ കമ്പനി വാൽക്കമ്പി എന്ന് പറഞ്ഞ കമ്പനിയിൽ $400 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. 400 മില്യൺ ഫുൾ ക്യാഷ് ഡീലിങ്സ്. ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ $400 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ 2015 സെബിയുടെ സൈഡിൽ നിന്നും ഇവർക്ക് ക്ലീൻ ഷീറ്റ് കിട്ടണം. ഇപ്പോൾ സെബി 2015 ഈ കമ്പനിയെ ഓഡിറ്റ് ചെയ്ത് വ്യക്തമായിട്ടൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? 2015 ഇവരുടെ അക്കൗണ്ടിങ് എല്ലാം പ്രോപ്പർ ആയിരുന്നോ എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് UPI സർക്കാർ ആയിക്കോട്ടെ, NDA സർക്കാർ ആയിക്കോട്ടെ, ആര് വന്നാലും കോർപ്പറേറ്റുകൾ അവരുടെ കളി തുടരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി സെബി ക്ലീൻ ഷീറ്റ് കൊടുത്തത് എന്തിന് എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട്. ആരാണ് അവിടെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നത്, എങ്ങനെയാണ് ഇവർ
ക്ലീൻ ഷീറ്റ് വാങ്ങിച്ചത്, ഇതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആഗോളതരത്തിൽ ഒരു ഗ്ലോബൽ ഫുട് പ്രിൻറ്റിന് വേണ്ടിയിട്ടാണ് രാജേഷ് എക്സ്പോർട്ടേഴ്സ് ശ്രമിച്ചത്. അത് അവർ ഒരു പരിധി വരെ വിജയിച്ചു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വാൽക്കമ്പി എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ നിന്നും ഇവർ സ്വർണം വാങ്ങി ഇവരുടെ ക്ലയൻസിന് കൊടുക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ രാജേഷ് എക്സ്പോർട്ടേഴ്സിന് ഒരു 1000 കിലോ സ്വർണത്തിൻ്റെ ഓർഡർ കിട്ടുന്നെങ്കിൽ അത് വാൽക്കമ്പി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അത്രയും പ്യൂറായിട്ട് കിട്ടില്ല. മൈനിങ് ഗോൾഡാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ വെച്ചാൽ അത് ജസ്റ്റ് ഒരു ക്രൂഡ് ഫിൽട്ടർ ആയിരിക്കും അവിടെ. അതിനകത്ത് വീണ്ടും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ പ്യൂരിറ്റി വരുത്തേണ്ടതുണ്ട്. അപ്പം ആ പ്യൂരിറ്റി വരുത്തിക്കൊണ്ട് ഇവർ ആ സാധനം വാങ്ങിച്ച് ഇവർ ക്ലയൻറ്റിന് കൊടുക്കും. ഈ പ്യൂരിറ്റി വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇപ്പം 1000 കോടിക്ക് ഇവർ കച്ചവടം ചെയ്യുമ്പോൾ ഒരു 5 കോടി രൂപ ഇവർക്ക് അതിനകത്തൊരു പ്രോഫിറ്റ് കിട്ടും. അതാണ് ആ കച്ചവടം. ഈ കച്ചവടം വാൽക്കമ്പി സ്ഥാപനത്തിൽ നിന്ന് ഇവരിങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബിഗിനിങ്ങിലൊന്നും പ്രശ്നമില്ലായിരുന്നു, പക്ഷേ പിന്നീട് ഇവർ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സ്വിസ് ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള വാൽക്കമ്പിക്കും ഇവർ പേയ്മെൻറ്റുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സെബി കൃത്യമായിട്ട് ഇതിനെ കണ്ടെത്തി പുറത്തുവിടേണ്ട നിർബന്ധിത ഘട്ടത്തിലെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സെബി ഇവർക്ക് നോട്ടീസ് കൊടുത്തു. ഇവരുടെ ഓഡിറ്റിംഗ് എക്സ്പ്ലനേഷൻ ക്ലിയർ അല്ല, ഡൗട്ട്ഫുൾ ആണ്. ഫർദർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ഇവർ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പം അങ്ങനെ സെബി ഇവർക്കെതിരെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യാണ്. ഇനി രാജേഷ് എക്സ്പോർട്ടേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനോ വിൽക്കാനോ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കി. അതോടുകൂടിയാണ് ഈ കമ്പനിയുടെ ചീട്ട് കൊട്ടാരം ചടപടേന്ന് പൊട്ടി താഴെ വീഴുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ഹർഷത് മേത്തയുടെ സ്റ്റോറിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പം അത് ഏതാണ്ട് 5 ലക്ഷം കോടിയാണ് അതൊക്കെ. ഇത് 15.15 ലക്ഷം കോടിയാണ്. അതിൻ്റെ 2 ഇരട്ടി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയും നാളും ഈ കമ്പനിയുടെ വിറ്റ് വരവ്, ശരിക്കും ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പം സെബി ശരിക്കും പർച്ചേസിങ്ങും അതേപോലെ സെല്ലിങ്ങും ഇത് രണ്ടും 2 കണക്കായിട്ടായിരിക്കും സ്വീകരിക്കുക. എന്നിട്ട് സെബി ഒരു വിലയിരുത്തലിലെത്തും. അങ്ങനെയാണ് ഈ കമ്പനിയുടെ ടേൺ ഓവർ നിശ്ചയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബേസിസിലാണ് അതിനൊരു ഫോർമുലയുണ്ട്, ഇവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ കമ്പനിക്കും ഒരു പ്രൊജക്ഷൻ ഉണ്ട്, ഈ കമ്പനി ഇത്ര ഗ്രോത്തിലേക്ക് എത്തും എന്നുള്ള രീതി. ഈ REL എന്ന് പറയുന്ന രാജേഷ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ കമ്പനിക്കും ഒരു പ്രൊജക്ഷൻ റേറ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് ഇവർക്കും സ്റ്റോക്കിൻ്റെ പ്രൈസ് നിശ്ചയിക്കാനുള്ള അവകാശമുള്ളത്. അത്തരത്തിലാണ് ഇവരുടെ പ്രൈസ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ പബ്ലിക് ഫണ്ട് ഇപ്പോൾ ഇതിനകത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, പബ്ലിക് ഫണ്ട് ഇപ്പോൾ ഇതിനകത്ത് പോയിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അതിനെ ചെറുതായി കാണാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതത്ര നല്ല പരിപാടിയല്ല. ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഫണ്ട് LICയിൽ നിന്നും പോയിട്ടുണ്ട്. LICയിൽ 2022 1.2% LICയുടെ സ്റ്റോക്ക് ഇവർ കൈവശം വെച്ചിരുന്നത്. തുടർച്ചയായിട്ട് LICയുടെ സ്റ്റോക്ക് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2024 12% LICയുടെ സ്റ്റോക്ക് ഇവരുടെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ LIC എന്ന് പറഞ്ഞ ആ ഒരു വലിയ പ്രസ്ഥാനത്തിൽ ഇതൊരു ചെറിയ അംശമാണ്. പക്ഷേ നഷ്ടമാണ്, പബ്ലിക് ഫണ്ടാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, LICയുടെ ടോട്ടൽ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 60 ലക്ഷം കോടിയാണ്. അതിനകത്ത് 342 കോടിയാണ് ഈ രാജേഷ് മേത്തയുടെ കയ്യിൽ പോയത് എന്നാണ് LIC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് LICയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 0.01% ആണ് LICക്ക് വന്ന നഷ്ടം എന്നാണ് LIC പറയുന്നത്. അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റും ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോടിക്കണക്കിൽ പറയുമ്പോൾ 0.01% എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അതിങ്ങനെ പെർസെൻറ്റേജ് കണക്ക് കാണിച്ച് അങ്ങനെ തട്ടിക്കളിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ശരിക്കും. എനിവേ, LIC എന്ന് പറഞ്ഞ ഒരു വലിയ പ്രസ്ഥാനം, അതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ വിഷയമായിട്ട് തോന്നാം. പക്ഷേ പബ്ലിക് വ്യൂ പോയിന്റിൽ 0.01% എന്ന് പറയുന്നത് വലിയ തുക തന്നെയാണ്. അപ്പോൾ 342 കോടി എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണ്. 342 കോടി അങ്ങനെ പറഞ്ഞു നോക്കൂ, അപ്പം മനസ്സിലാവും 342 കോടി ചെറിയ എമൗണ്ട് ആണോ വലിയ എമൗണ്ട് ആണോ എന്നുള്ളത്. ഇപ്പോൾ LIC തകർന്ന് തരിപ്പണമാവില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ 342 കോടി അതിൻ്റെ ഉത്തരവാദിത്തം ആര് പറയും? അത് ഗവൺമെൻറ് പറയണമല്ലോ. ഈ 342 കോടിയും 2022 മുതൽ 2024 ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് LICയെ നമുക്കിപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല, ഇപ്പം ഇതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫ്ലോ ആണ്, ഇതിങ്ങനെ നടക്കുള്ളൂ. കാരണം ഇപ്പോൾ സെബി ഒരു കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും LICയുടെ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റൈറ്റ് ഉണ്ട്. അത് തടയാൻ പറ്റില്ല, LICക്ക് തന്നെ തടയാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഇവർക്ക് സെബിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടി, ഇവരും LICയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു. അതൊന്നും പറയാനില്ല. എനിവേ, ഇത് അന്വേഷണം ഇത് എങ്ങനെ പോകും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോൾ സെബി തന്നെ ഇത് പൊട്ടിച്ച് പുറത്താക്കിയതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് രാജേഷ് എക്സ്പോർട്സിൻ്റെ പേയ്മെൻറ്റുകൾ അന്താരാഷ്ട്ര കമ്പനികൾക്ക്, ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് പെൻഡിങ് ആകുമ്പോൾ അവർ ഇതിനെ ചകഞ്ഞെടുത്ത് മനസ്സിലാക്കി
ഈ റിപ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും ഇന്ത്യക്കെതിരെ പ്രസിദ്ധീകരിക്കപ്പെടുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, അദാനിക്കെതിരെ ഹിൻഡൻബർഗ് അടിച്ചിറക്കിയല്ലോ, അതേപോലെ ഏതെങ്കിലും ഒരു കമ്പനി ഇതിനെ വെച്ചിട്ട് ഷോർട്ട് സെല്ലിംഗ് നടത്താൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ആ ഏരിയയിലേക്കാണ് സെബി കുറച്ച് കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയം മുൻകൂട്ടി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ക്രൂഷ്യലാണ്. ഈ വിഷയം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് മാർക്കറ്റ് വാച്ചേഴ്സ് നോക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ബാലഭാസ്കറിൻ്റെ കേസിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഇവരുടെ കൈയുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാജേഷ് എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രശാന്ത് മേത്ത, രാജേഷ് മേത്തയുടെയൊക്കെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഈ കടത്തിയ സ്വർണ്ണങ്ങളൊക്കെ എവിടെ പോയി? അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടോ? സ്വർണം കടത്തി, ഓക്കെ, ബിരിയാണി ചെമ്പ്, അത് നമുക്ക് കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെവിടെ പോയി? സ്വർണ്ണമല്ലേ, അതിങ്ങനെ മാഞ്ഞു പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഈ കേസ് ലൈം ലൈറ്റിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നേ ഉള്ളൂ. രാജേഷ് മേത്തയുടെ കേസ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒന്നാമതേ ഗ്ലോബൽ ക്രൈസിസ്, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പതിയെ ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ചില ദിവസങ്ങളിൽ ഡൗൺ ആണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസിൽ, വോളറ്റൈലിറ്റിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ചില പുഴുക്കുത്തുകൾ. ഇനിയിപ്പോൾ ആൾക്കാർ കുറച്ചാൾ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ മുഖവിലേക്ക് എടുക്കും, നമ്മൾ എന്ത് വിശ്വസിച്ച് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, ഇങ്ങനെയൊക്കെ ചിന്തിക്കത്തില്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില ഏഴാംകിട തരികിട പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പണം കൂടുതൽ വരുമ്പോഴേ പിന്നീട് ആർത്തിയാണ്. അവനവൻ്റെ കമ്പനിക്ക് എത്രയാണോ അവന് ആസ്തി അതനുസരിച്ച് ലിസ്റ്റ് ചെയ്താൽ പോരെ, അതിനനുസരിച്ചുള്ള കണക്കുകൾ കൊടുത്താൽ പോരെ. അത്ര സ്വത്ത് മതി എന്ന് വിചാരിക്കണമെന്നേ. 109 പേജുള്ള റിപ്പോർട്ടാണ് സെബി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോഴല്ല പുറത്തിറക്കേണ്ടത്. ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ് നമുക്ക് ആശ്വാസം, ഇന്ത്യ തന്നെ ഈ സ്കാം പൊളിച്ചടിക്കുന്നുള്ളതാണ്. അതാണ് ഒരു ആശ്വാസം. മറ്റുള്ള രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോറിൻ ഷോർട്ട് സെല്ലേഴ്സോ ഇത് കണ്ടെത്തി ഇതിനെ പൊളിച്ചടുക്കിയിരുന്നെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ആഘാതം ചെറുതല്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ അത് രാജ്യത്തിൻ്റെ വളർച്ചയെ ബാധിക്കും, 100% ഉറപ്പാണ്. അത് രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയബിലിറ്റിയെ ബാധിക്കും. കമ്പനിയിൽ ഇത്രയും പ്രോഫിറ്റ് ഇല്ല എന്നുള്ളത് ഒരു സൈഡിൽ നിൽക്കട്ടെ, ഇപ്പം നിലവിലെ നഷ്ടം എത്രയാണ്, ഇൻവെസ്റ്റേഴ്സിനുണ്ടായ നഷ്ടം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബി ഈ പ്രഖ്യാപനം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 28,000 കോടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. ഇപ്പോൾ ആ കമ്പനി തകർന്നടിഞ്ഞ് 3,000 കോടിയിൽ എത്തിയിട്ടുണ്ട്. 25,000 കോടി രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം വന്നിട്ടുണ്ട്. 25,000 കോടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ ഉണ്ടായ നഷ്ടമല്ല, പല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായ നഷ്ടമാണ്. ആ നഷ്ടം ഷെയർ ചെയ്യപ്പെടും ഈക്വലി. നഷ്ടം വന്നാലും ഷെയർ ചെയ്യണം, ലാഭം വന്നാൽ ഡിവിഡൻഡ് കൊടുക്കണം. ഇതാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നഷ്ടം 25,000 കോടിയാണ്. ഇത് തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ചെയ്യപ്പെടും, അതാണ് മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ ഷെയർ ഹോൾഡർ ആണല്ലോ. കമ്പനി രാജേഷ് എക്സ്പോർട്ടേഴ്സ് ലിമിറ്റഡിൻ്റെ പ്രശാന്ത് മേത്തയ്ക്കെതിരെ 2013 കേരള ഹൈക്കോടതി അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം മുതലേ ഇയാൾ സസ്പെക്ട് ലിസ്റ്റിലുള്ളതാണ്. ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും ഒരു ക്രൈം ലിസ്റ്റിലുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ ഒരു ഒഫൻസിലുണ്ടെങ്കിൽ ആ കമ്പനിയെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ്. 2013 കഴിഞ്ഞ് 14 ഇപ്പോൾ 2026 അതുവരെ സുഖമായിട്ട് ഈ ഫ്രോഡ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും IPOയിൽ ലിസ്റ്റ് ചെയ്ത് പൊതുജനങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇതിലിനി ഗവൺമെൻറ് എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എല്ലാ ഗവൺമെൻറ്റുകളും ഒരേപോലെ പ്രവർത്തിച്ചാൽ ഒട്ടും ശരിയാവില്ല. പൊതുജനങ്ങളുടെ കാര്യം അധോഗതിയാവും. ഇവനെയൊക്കെ ഇപ്പം തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വിലങ്ങിട്ട് പൂട്ടി ഇവൻ്റെ സ്വത്തുക്കൾ മൊത്തം അറ്റാച്ച് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ പിന്നീട്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാരുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇവൻ്റെ സ്വത്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്ത് ഗവൺമെൻറ് അതിനുള്ള നടപടി എടുക്കണം. കാരണം ഇവൻ്റെ അസറ്റ് നോക്കൂ, രാജേഷ് മേത്തയുടെ മാത്രം നെറ്റ്വർത്ത് $1.57 ബില്യൺ ആണ്. $1.57 ബില്യൺ. അതുപോലെ ഇനിയിപ്പോൾ ഈ പ്രശാന്ത് മേത്ത എന്ന് പറഞ്ഞ ഇവൻ്റെ സഹോദരനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഇൻവെസ്റ്റേഴ്സിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ലാഭം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അവരുടെ മുടക്ക് മുതലെങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു നടപടി എടുത്താൽ വളരെ നന്നായിരിക്കും. പറയുന്നത് പോലെ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല അത്, പക്ഷെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് മാതൃകാപരം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.